വീടെവിടെയാ? അങ്ങ് ചന്ദ്രനിൽ. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയായിരുന്നു ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യനെ ഇറക്കിയത്. അരനൂറ്റാണ്ടിന് മുൻപായിരുന്നു ഈ മഹാസംഭവം. ഇപ്പോഴിതാ ചന്ദ്രനിൽ ആദ്യ വീട് നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് നാസ. 2040 യാഥാർത്ഥ്യമാകുമെന്നാണ് നാസയുടെ വിലയിരുത്തൽ. വർഷങ്ങൾക്കിപ്പുറം സാധാരണക്കാരനും ബഹിരാകാശ യാത്രികർക്കും ഉപയോഗപ്രദമാകും വിധം ചന്ദ്രനിൽ വീട് നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് നാസ ശാസ്ത്രജ്ഞർ. 2040 ഇത് യാഥാർത്ഥ്യമാകുമെന്നാണ് ഇതുവരെയുള്ള വിവരം. 3D റോബോട്ടിക്സ് പോലെയുള്ള നൂതന സംവിധാനങ്ങളും മറ്റും ഉപയോഗിക്കുന്ന നിർമ്മാണ കമ്പനിയായ ഐക്കണിന്റെ സഹായത്തോടെയാണ് നാസ ചന്ദ്രനിലെ വീടിന് പദ്ധതിയിടുന്നത്. സർവകലാശാലകളെയും സ്വകാര്യ കമ്പനികളെയും പങ്കാളിയാക്കും. 3D മാതൃകയിൽ വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുന്ന ഐക്കൺ കമ്പനി പദ്ധതിയുടെ നട്ടെല്ലാകും. ചന്ദ്രോപരിതലത്തിൽ കാണുന്ന പാറക്കഷ്ണങ്ങൾ, ധാതുലവണങ്ങൾ, പൊടി എന്നിവ ഉപയോഗിച്ച് 3D പ്രിന്റർ മുഖേന കെട്ടിടത്തിന്റെ ഘടനകൾ പാളിയായി നിർമ്മിക്കാനാണ് പദ്ധതി. ബഹിരാകാശത്തെ റേഡിയേഷൻ ഘടന മനസ്സിലാക്കുന്നതിനും ഉപരിതലത്തിലെ പൊടിപടലങ്ങൾ കോൺക്രീറ്റ് സമാനമായ പദാർത്ഥം സൃഷ്ടിക്കുമോ എന്നും പഠനം നടത്തുന്നതിനായി ഫെബ്രുവരിയിൽ ഐക്കണിന്റെ പ്രിന്റർ നാസയുടെ മാർഷൽ സ്പേസ് സെന്ററിൽ പരീക്ഷിക്കും. ചന്ദ്രോപരിതലത്തിലെ പൊടി വെല്ലുവിളി സൃഷ്ടിക്കുമോ എന്ന് ശാസ്ത്ര സമൂഹം പറയുന്നത്. ബഹിരാകാശ യാത്രികരെ ചന്ദ്രനിലേക്ക് അയക്കുന്ന ആർടെമിസ് 2 ദൗത്യം 2024 ഉണ്ടാകുമെന്നാണ് നാസ പറയുന്നത്. 2026 ആർടെമിസ് 3 ദൗത്യം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുമെന്നും സ്പേസ് സ്റ്റാർഷിപ്പിന്റെ സഹായത്തോടെ മനുഷ്യനെ തിരികെ കൊണ്ടുവരാനാകുമെന്നുമാണ് പദ്ധതിയിൽ പറയുന്നത്. 1972 ഡിസംബർ 7 നാസ അയച്ച അപ്പോളോ 17 ആയിരുന്നു ചന്ദ്രനിലേക്കുള്ള അവസാനത്തെ മനുഷ്യ ദൗത്യം. സാറ്റൺ V റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു അന്നത്തെ വിക്ഷേപണം. 1972 ഡിസംബർ 7 3 യാത്രികരെയും വഹിച്ച് അപ്പോളോ വാഹനം കുതിച്ചുയരുന്നത്. ഡിസംബർ 11 ചന്ദ്രനിലെ ടോറസ് ലിട്രോവ് എന്ന മേഖലയിൽ ഇറങ്ങി. 3 ദിവസവും 3 മണിക്കൂറുമാണ് 2 യാത്രികർ ചന്ദ്രോപരിതലത്തിൽ ചെലവഴിച്ച് പരീക്ഷണങ്ങൾ നടത്തിയത്. അഗ്നിപർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനമായിരുന്നു ലക്ഷ്യം. ചാന്ദ്രപേടകം ഇറങ്ങിയ സ്ഥലത്തെ പൊടിയിൽ കാലുകൾ 2025 സെന്റിമീറ്ററോളം താഴ്ന്നിരുന്നു. അവിടെ ഇളം ചുവപ്പ് നിറത്തിലുള്ള പാറകൾ കണ്ടു. ജലാംശമുള്ളതായി സംശയിക്കപ്പെട്ടിരുന്നു. സമീപ വർഷങ്ങളായി ആഗോളതലത്തിൽ ചാന്ദ്ര പര്യവേക്ഷണത്തിന് വലിയ പരിഗണനയാണ് നൽകുന്നത്. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ആണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്കുള്ള ഏറ്റവും വലിയ പ്രവേശനം. ചന്ദ്രനിലേക്ക് മടങ്ങാനുള്ള ആർടെമിസ് ദൗത്യങ്ങളും ചൊവ്വയുടെ കോളനിവൽക്കരണത്തിനുള്ള തയ്യാറെടുപ്പുകളും പ്രഖ്യാപിച്ച ചാന്ദ്ര പര്യവേക്ഷണത്തോടുള്ള പുതുക്കിയ താൽപര്യം കാരണം അടുത്ത കുറച്ചു വർഷങ്ങളിൽ ചന്ദ്രന് ചുറ്റുമുള്ള കൂടുതൽ തീവ്രമായ പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കാം. മുമ്പത്തെ ദൗത്യങ്ങൾ പ്രധാനമായും ശാസ്ത്രീയ പര്യവേക്ഷണങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിലും വരാനിരിക്കുന്ന സംരംഭങ്ങളിൽ വൈവിധ്യമാർന്ന താൽപര്യങ്ങളുള്ള ഒന്നിലധികം അഭിനേതാക്കൾ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. പ്രാഥമികമായി വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള വിഭവ വിനിയോഗത്തിൽ നയിക്കപ്പെടുന്നവ ഉൾപ്പെടെ ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിൽ അടുത്തടുത്തുള്ള ഭീഷണികൾ ഒഴിവാക്കുന്നതിന് ന്യായമായ ലഘൂകരണ സമ്പ്രദായങ്ങൾ രൂപീകരിക്കുന്നതിന് പരിസ്ഥിതിയെക്കുറിച്ച് മെച്ചപ്പെട്ട ധാരണ ആവശ്യമാണ്. ഇന്ത്യയുടെ പങ്കും മുന്നോട്ടുള്ള വഴിയും എന്തെന്നാൽ ഭൂമിക്കപ്പുറമുള്ള ബഹിരാകാശത്തിനും ചന്ദ്ര പരിസ്ഥിതിയിലും ബഹിരാകാശ വസ്തുക്കളുടെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പരിക്രമണ പരിജ്ഞാനവുമായി ബന്ധപ്പെട്ട വലിയ അനിശ്ചിതത്വം ചന്ദ്രനെ ചുറ്റുന്ന ഒരു ബഹിരാകാശ പേടകത്തിന് സുരക്ഷിതമായ പ്രവർത്തനങ്ങളുടെ ആവശ്യകതയായി കൂട്ടിയിടി അപകട സാധ്യത വിലയിരുത്തുന്നു. ഇന്റർ ഏജൻസി സ്പേസ് ഡെബ്രിസ് കോർഡിനേഷൻ കമ്മിറ്റി പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളുമായി സഹകരിച്ച് ഇന്ത്യ സജീവമായി നിരവധി സംരംഭങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ ബഹിരാകാശ പ്രവർത്തനങ്ങൾ സുസ്ഥിരമായിരിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.